ഹലോ, ഋഷീനയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. നമ്മളപ്പോൾ ഇന്നൊരു ഗിഫ്റ്റ് കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോവാണ്. അതിൻ്റെ ഒരുക്കത്തിലാണ് മക്കളൊക്കെ. നല്ല ഹാപ്പിയിലാട്ടോ. അവർക്ക് എന്തോ വന്നിട്ടുണ്ടെന്നുള്ള സന്തോഷത്തിലാണ് രണ്ടാളും. എവിടേക്ക് രണ്ടാളും? എന്താണ് അവിടെ എന്തോ കട്ടുന്നിട്ടോ ഇക്ക എന്റെ കണ്ണ് കാണാൻ എന്തോ കട്ടുന്ന പോയതാണ്. എന്താന്ന് അപ്പൊ നമ്മളിതാ ഒരുക്കൊക്കെ കഴിഞ്ഞ് പോവാൻ നിക്കാണ് കേട്ടോ. അവര് രണ്ടാളും വണ്ടിയിൽ കയറി, ഞാൻ കയറിയില്ല. ഞാൻ വീടൊക്കെ പൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഇക്കന്നെ ഓടിക്കുന്നത്. നമ്മൾ അടുത്ത് തന്നെയാണ് കൊറിയർ ഓഫീസ്. അപ്പോൾ ഇക്കന്നെയാണ് ഓടിക്കുന്നത്. വേറെ ഓട്ടോ ഒന്നും പിടിച്ചില്ല. നമ്മൾ കട വണ്ടിയിൽ തന്നെ പോയി. പിന്നെന്താ, കുട്ടികൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. എന്തോ വന്നിട്ടുണ്ട്. കുറച്ചായിട്ട് അവർക്ക് ഓരോരുത്തരും ഗിഫ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫാമിലി നല്ല സപ്പോർട്ടാണ് നമുക്ക്. അപ്പോൾ അതിൽ ഓരോരുത്തരും എൻ്റെ കുട്ടികളെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞ് ഓരോ ഗിഫ്റ്റ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതുപോലെ എന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല ഹാപ്പിയിലാണ് രണ്ടാളും. ഇതാണ്ടോ അവിടെ എത്തി ഇറങ്ങി അവർ വാങ്ങാൻ പോകണം. അപ്പം 4 ബോക്സ് ഉണ്ട് കേട്ടോ. അത് കണ്ടതും അവരുടെ കണ്ണ് തള്ളിപ്പോയി. ഇതെന്താണിത്, 4 ബോക്സിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ രണ്ടാളും. ഞങ്ങളും ഇതായി. അറിയില്ലായിരുന്നു ആരാ എന്താ ചെയ്തെന്ന് അറിയില്ലായിരുന്നു. പിന്നീടാണ് നമുക്കത് അറിയാൻ പറ്റിയത്. ഒരു സൺ മനസ്സിന്റെ ഉടമയാണ് കേട്ടോ അയച്ചത്. ആ കൊറിയർ ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ ഞാൻ കുറച്ച് സെന്റിമെന്റ്സിൽ ആയിപ്പോയി. ഒന്നും വിചാരിക്കരുത്. കാരണം അത്രയും എൻ്റെ മനസ്സിൽ തട്ടിപ്പോയി. ഒരു എന്താ പറയാ, സ്വന്തം മോളോട് ചെയ്യും പോലെ അത്ര വലിയൊരു നന്മ നമ്മളോട് ചെയ്തു ഒരാൾ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കൊറിയറായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളായിരുന്നു. കൊറിയർ തുറക്കുമ്പോൾ നിങ്ങൾക്കും തന്നെ ആ ഫീല് കിട്ടും. സ്വന്തം മകൾ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് എന്താണോ ചെയ്യേണ്ടത് അതെനിക്ക് ചെയ്തു തന്നു. അൽഹംദുലില്ലാ. അവരുടെ കുടുംബത്തിനും അവരുടെ മക്കൾക്കും അവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ പടച്ചോൻ. നമുക്ക് അത്രയല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഈ ഏകദേശം, അതായത് ഇൻസ്റ്റയിൽ കുറച്ച് മിനിറ്റുകൾ ഉള്ള വീഡിയോസ് കണ്ട് എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഇത്രയും സ്നേഹിച്ച് ഞങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം ചെയ്തു തന്നു എന്ന് പറയുമ്പോൾ വലിയ വലുതാണ് കേട്ടോ. ജീവിച്ചിരിക്കുന്നിടത്തോളം എനിക്ക് ഈ ഒരു കാര്യം മറക്കാൻ പറ്റില്ല. കാരണം അത്ര വലിയ എൻ്റെ ഹൃദയത്തിൽ തട്ടിയൊരു കൊറിയറായിരുന്നു ഇത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. പക്ഷെ കുട്ടികൾ നല്ല ഹാപ്പിയിലായിരുന്നു. അവരുടെ വിചാരം അവർക്ക് എന്തോ നല്ല കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് എവിടെന്നോ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നല്ല ഹാപ്പിയിലായിരുന്നു. നല്ല വെയിറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും മിക്കയും എന്താണെന്ന് നമുക്ക് അറിഞ്ഞില്ല. ഞാനിത് ഓപ്പൺ ആക്കിയ ശേഷമൊക്കെ ആയിരുന്നു എനിക്കറിയാൻ പറ്റിയത്. അപ്പോൾ ഒരു സൺ മനസ്സിന്റെ ഉടമയാണ് കേട്ടോ നമുക്കിത് ചെയ്തിരിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും പടച്ചവൻ അവർക്കും അവരുടെ കുടുംബത്തിലോട്ടും കൊടുക്കട്ടെ. ഞാനും ഇക്കയും കുഞ്ഞുങ്ങളും എല്ലാവരും പാടെ ഇരുന്ന് ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കൊടുക്കട്ടെ എന്ന്. നമ്മളോട് ഇങ്ങനെ ഒരു കനിവ്, അതായത് ഇത്രയും ഇങ്ങനെ ചെയ്യാൻ തോന്നി അവർക്ക് എല്ലാ അനുഗ്രഹവും, നിങ്ങൾ ഈ കാണുന്ന നിങ്ങളും അവർക്ക് വേണ്ടി എന്തായാലും ഒന്ന് പ്രാർത്ഥിക്കണം. അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കണ്ടോ കൊറിയർ തുറന്നപ്പോൾ. പക്ഷെ കുട്ടികളുടെ മുഖം വാടി. കുട്ടികളാകെ ഡള്ളായിപ്പോയി. അവരെന്തോ കളിപ്പാട്ടം എന്നൊക്കെയാണ് വിചാരിച്ചത്. അവർ ഡള്ളായിപ്പോയി. അവരുടെ മുഖം കണ്ടറിയാട്ടോ. നോക്കിക്കോ, വൈമോന്റെ മുഖം നോക്കിക്കോ. ആളാകെ സാഡായിപ്പോയി. എന്താണെന്നറിയില്ല ആൾക്ക്. എന്താ പേസ്റ്റും സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് പോട്ടു. എന്നിട്ട് എന്നോട് പരാതി പറയായിരുന്നു, ഇതൊന്നും ഞങ്ങൾക്കല്ല, ഇമ്മാക്കാണ് തന്നിരിക്കുന്നത്, ഇമ്മാക്കാണ് ഗിഫ്റ്റ് അയച്ചു. കണ്ടോ മുഖം കണ്ടോ എന്റെ വിഷമം. ഇമ്മാക്കാണ് ഗിഫ്റ്റ് അയച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് ഒരേ വിഷമത്തിലായിരുന്നു കേട്ടോ മുഖം. പിന്നെ അവർക്കുള്ള സാധനത്തിന്റെ ബോക്സ് കണ്ടപ്പോഴാണ് അവർ ഹാപ്പി ആയത്. അത് വരുന്ന വഴിയുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ആകെ തകർന്നു പോയി എന്ന് തന്നെ പറയാം. എനിക്ക് വല്ലാത്ത ഹൃദയത്തിൽ തട്ടിപ്പോയി. ആകെ ഞാൻ പെട്ടെന്നൊരു നിമിഷം കയ്യിൽ നിന്ന് പോയി. വിഷമം വന്നു. മനുഷ്യനല്ല എത്ര പിടിച്ചു നിന്നാലും നമുക്ക് വിഷമം വരുമ്പോൾ ചിലപ്പോൾ കരഞ്ഞു പോവും നമ്മൾ. അതുപോലെയായി അന്നത്തെ ദിവസം. ഒരുപാട് സന്തോഷിച്ച ദിവസവും ഒരുപാട് സങ്കടപ്പെട്ട ദിവസവുമായി എനിക്ക്. സങ്കടം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സന്തോഷം കൊണ്ടുള്ള സങ്കടമായിരുന്നു കേട്ടോ. കാരണം എന്നെ ഇത്രയും അധികം എന്നെ സ്നേഹിച്ച് ഒരു സ്വന്തം അമ്മ ചെയ്യും പോലെ എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ അൽഹംദുലില്ലാ, എത്ര പറഞ്ഞാലും പോരാ. കണ്ടോ അവരുടെ ബോക്സ് കണ്ടപ്പോൾ ഒരു ഹാപ്പി
ഹാപ്പിയായി. അവർക്കുള്ള ബോക്സ് എന്തായാലും അവരെ മറന്നിട്ടില്ല. അവർക്കുള്ള ഐറ്റംസ് എന്താ പറയുക, അവർക്ക് ഇതുവരെ കിട്ടാത്ത ഐറ്റംസ് പോലും അയച്ചിട്ടുണ്ട്. കണ്ടറിഞ്ഞ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു മാസത്തേക്ക് എൻ്റെ വീട് കഴിഞ്ഞു പോവാൻ എന്തെല്ലാം സാധനം വേണോ, അതായത് സോപ്പ് മുതൽ പേസ്റ്റ് വരെ എല്ലാ സാധനവും എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്ത് ആകെ കണ്ടോ സെന്റിമെന്റ്സ് ആയി. ഫൈമോൻ ആകെ സങ്കടമായി, ഞാൻ കരയുന്ന കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയി. അപ്പോൾ വേഗം പോയി അത് വീഡിയോ എടുത്തു. വേറൊന്നുമില്ല, എനിക്ക് സന്തോഷം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സ്നേഹിക്കാനും ആൾക്കാരുണ്ട്. നമ്മൾ സ്വന്തം എന്ന് പറഞ്ഞ് സ്നേഹിച്ചവരൊക്കെ ഒരു സമയം നമ്മളിൽ നിന്ന് വിട്ടു പോവും. ചിലപ്പോൾ ഒരു സമയം നമ്മളുടെ ശത്രുക്കളായി മാറും, നമ്മളെ ശപിക്കും അവർ. പക്ഷേ നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ലോകത്തിന്റെ അറ്റത്തുനിന്ന് വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും ആൾക്കാർ വരും. ഞാൻ ഇതൊന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന വിശ്വാസത്തോടെ